ഗൈസ്, പലയിടങ്ങളിൽ ഫുഡ് കഴിക്കാനായി പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. വർക്കലയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്നും കുറെ നാളുകൾക്ക് ശേഷം ഒരു താറാവിറച്ചി കഴിക്കാനായി വാങ്ങിയതാണ്. കറിയിലെ ഒരു കഷ്ണം എടുത്ത് പിച്ചി നോക്കിയപ്പോൾ അത് നിറയെ പുഴുവിനെ പോലെ തോന്നിക്കുന്ന വസ്തുക്കൾ കുമിഞ്ഞുകൂടി ഇരിക്കുവാണ്. സംഭവം ചലിക്കുന്നില്ല, എന്നാൽ മാംസത്തിലാണെങ്കിൽ വലിയ സ്മെല്ലും ഇല്ല. ഇതിനെപ്പറ്റി ഇവിടുത്തെ ജീവനക്കാരെ അറിയിച്ചപ്പോൾ സംഭവം എന്താണെന്ന് അറിയില്ലെങ്കിലും അവർ ഇതിനെ ന്യായീകരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് മനം മറിച്ച് പാതി വഴിയിൽ ഫുഡ് നിർത്തിയെങ്കിലും ഇവർ കറക്റ്റ് ബില്ലടിച്ച് കൈ തന്നിട്ടുണ്ട്. എന്തായാലും സംഗതി എന്തോ പന്തികേടാണെന്ന് മനസ്സിലായ നമ്മൾ ഈ ഒരു കഷ്ണവും കുറച്ച് കറിയും കൂടി പൊതിഞ്ഞു മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. സംഗതി ഇത് എന്താണെന്ന് ക്ലിയർ ആക്കാനും ഇനിയുള്ള ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കാനും വേണ്ടി നമ്മൾ ഇതും കൊണ്ട് നേരെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസിലേക്ക് കംപ്ലൈന്റ് കൊടുക്കാനായി പോവുകയാണ്. ഗൈസ്, ഇനി വളരെ വിഷമത്തോടെയാണ് ബാക്കിയുള്ള കാര്യം പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ ഈ ഫുഡിന്റെ പാർട്ടുകളുമായിട്ട് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അവിടെയുള്ള ഓഫീസറിന് ഇത് പുഴു തന്നെയാണോ അതോ ഇനി വല്ല ഇന്റേണൽ പാരസൈറ്റ്സ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് ടെസ്റ്റിന് അയക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ലാബ് ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇറച്ചിയുടെ പീസ് ട്രിവാൻഡ്രം എത്തുമ്പോഴേക്കും നല്ല രീതിയിൽ ചീഞ്ഞു പോയിരിക്കും. അപ്പോൾ ഇതിലെ പുഴും ചീഞ്ഞു പോകും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ ഇൻഎലിജിബിൾ ആവുമെന്ന് പറഞ്ഞ് പുള്ളി ഈ മീറ്റിന്റെ കഷ്ണം നമുക്ക് തന്നെ തിരിച്ചു തരുവാണ്. പിന്നെ രണ്ടാമതായി കേട്ടതിൽ വെച്ച് നമുക്ക് ഏറ്റവും സങ്കടം തോന്നിയ കാര്യം എന്തെന്നാൽ അവിടെ വണ്ടി ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ ദിവസം അവിടെ ചെക്കിങ്ങിന് ചെല്ലാനായിട്ട് കഴിയത്തില്ല. സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി കേട്ടോ. കാരണം ഞാൻ ഉൾപ്പെടെ എന്റെ കുഞ്ഞും കഴിച്ചിട്ടുണ്ട്. ഈ ഒരു ആഹാരത്തിന്റെ ഗുണമേന്മ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സർക്കാരിന്റെ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ല. ഇതിൽ നമ്മൾ ആ ഓഫീസറിനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല കേട്ടോ. കാരണം പുള്ളി വളരെ മാന്യമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. കൊണ്ടുചെന്ന ഈ ഫുഡ് ചെക്ക് ചെയ്തിട്ട് ഇത് മോശമാണോ അല്ലയോ എന്ന് അറിയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ, മോശമായിരുന്നെങ്കിൽ ഹോട്ടലിന്റെ നെയിം ഞാൻ ഈ വീഡിയോ പറയായിരുന്നു കേട്ടോ. മോശം അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഈ ഒരു ഐറ്റമായിട്ട് അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ.